പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം. ഈ സീസൺ മലയാളക്കരയിൽ വളരെ ചൂടുള്ള, ഒരിക്കലും ഇന്ന് വരെ ഇല്ലാത്ത ചൂട് വർദ്ധിച്ച ഒരു സീസണാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇത്രയും ചൂടില്ലായിരുന്നെന്നാണ് എല്ലാവരും പറയുന്നത്. കാനഡയിൽ നിന്ന് ചിലർ എന്നോട് പറഞ്ഞു, സഹിക്കാൻ കഴിയാത്ത തണുപ്പ്. ചൂട് എങ്ങനെ സഹിക്കാം, തണുപ്പ് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മലയാളികളായ നമ്മൾ പറയുന്നത് തണുപ്പ് എങ്ങനെയെങ്കിലും സഹിക്കാം, പൊതച്ചു മൂടിയോ തീകാഞ്ഞോ സഹിക്കാം, ചൂട് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായിൽ ഒരു വർഷം പെയ്യേണ്ട മഴയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് പെയ്തു. അപ്പോൾ അവർ പറയണത് ഇതുവരെ ഇല്ലാത്തതാണ്. എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളിലും വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. എന്നാൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിക്കാനും കൂടി ദൈവം നമുക്ക് ശക്തിയും കൃപയും ജ്ഞാനവും തന്നിട്ടുണ്ട്. ചൂടുകാലത്തെ അതിജീവിക്കാൻ നല്ല പഴവർഗ്ഗങ്ങൾ ഈ സീസണിൽ ദൈവം പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം മേടിച്ച് കഴിച്ചാൽ മതി. പിന്നെ 1, 2, 3 പ്രാവശ്യം ഒന്നിത്തിരി വെള്ളം കോരിയൊക്കെ ഒഴിച്ച് തണുപ്പിക്കണം. ഏത് സാഹചര്യത്തെയും നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇതേപോലത്തെ സാഹചര്യങ്ങളെ അതിജീവിച്ചവരാണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഇതിനേക്കാൾ വലിയ ചൂടായാലും നമുക്ക് അതിജീവിച്ചേ മതിയാകും. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. എന്തിനേയും സ്തോത്രത്തോടെ സ്വാഗതം ചെയ്യാൻ ദൈവമക്കൾ പഠിക്കണം. ഈ കഴിഞ്ഞ ദിവസം പോസിറ്റീവ് മാത്രം പറയണം എന്ന് ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഒരു സഹോദരൻ ഒരു ചർച്ചയിൽ പറഞ്ഞാണ്, ഇന്ന് രാവിലെ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ബാത്റൂമിൽ തെന്നി വീണെന്ന്. കാരണം കഷ്ടകാലം എന്നുള്ളൊരു വീട് ഉപയോഗിക്കരുതെന്ന് ആ ചർച്ചയിൽ പറഞ്ഞുകൊണ്ട് ദൈവാനുഗ്രഹത്താൽ ബാത്റൂമിൽ തെന്നി വീണു. അപ്പം എങ്ങനെ വന്നാലും തെന്നി വീണാലും എല്ലാം നന്മയ്ക്കാണെന്ന് അങ്ങോട്ട് പറയണം. ഇതെല്ലാം അനുഗ്രഹമാണെന്ന് പറയണം. അല്ലെങ്കിൽ നമ്മളതിനെ സന്തോഷത്തോടെ എടുത്തില്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന കാലാവസ്ഥകളെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജാണ് നമ്മുടെ തെറ്റായ പ്രതികരണങ്ങളിലൂടെ ഉണ്ടാകുന്നത്. നല്ല ചൂട്, സ്തോത്രം. നല്ല തണുപ്പ്, സ്തോത്രം. നല്ല മഴ, സ്തോത്രം. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ പറയുന്നത്, എല്ലാറ്റിനും വേണ്ടി. മഴയ്ക്കായി സ്തോത്രം, മഴയില്ലാത്തതിനായി സ്തോത്രം, ഡാമിൽ വെള്ളം കൂടിയതിനാൽ സ്തോത്രം, കുറഞ്ഞതിനാൽ സ്തോത്രം, എന്ത് വന്നാലും സ്തോത്രം. നമ്മൾ ഉദ്ദേശിച്ച പാർട്ടി അധികാരത്തിൽ വന്നതിനായി സ്തോത്രം, വന്നില്ലെങ്കിലും സ്തോത്രം. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ ഒരു പരിശീലനമുള്ളവരാണെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്ഷീണിക്കില്ല. നമുക്കിതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയും. സ്തോത്രം. എല്ലാറ്റിനും സ്തോത്രം. ജോലി പോയതിനായി സ്തോത്രം, ജോലി പുതിയത് വന്നതിനായി സ്തോത്രം, പൈസ ഉള്ളതിനായി സ്തോത്രം, പൈസ ഇല്ലാത്തതിനായി സ്തോത്രം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതെല്ലാം എൻ്റെ കർത്താവ് അറിയാതെ ഒരു മുടി പോലും നിലത്ത് വീണിട്ടില്ല. എല്ലാം കർത്താവിൻ്റെ കരമാണ്, കർത്താവിൻ്റെ ഹിതമാണ്. ഞാൻ എൻ്റെ കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് ഇതിനെയെല്ലാം അതിജീവിക്കുമെന്ന് ഒരു ദൈവവൈതൽ പറയാൻ പരിശീലിക്കണം. ദൈവത്തിനുള്ള കൃപ എല്ലാവർക്കും തരട്ടെ. നന്ദിയുള്ളവരായി ദൈവം തന്ന എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് പാടി സ്തുതിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ,
അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും പരനെ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും പരനെ നന്ദിയാ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും പരനെ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും പരനെ നന്ദിയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു. കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു. കൂരിരുൾ എന്നെ മറപിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി. തന്റെ മാർവോട് ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി. തന്റെ മാർവോട് ചേർത്തണച്ചു. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും പരനെ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും പരനെ നന്ദിയാ. പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവ നിറയ്ക്ക. അനുദിനവും എന്നെ പരനെ. പരിശുദ്ധാത്മാവ നിറയ്ക്ക. അനുദിനവും എന്നെ പരനെ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. പരിശുദ്ധാത്മാവേ, തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. യേശുവേ, അങ്ങയുടെ വരങ്ങളെ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നിറയ്ക്കണം കർത്താവേ.
അന്ന് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി മാറട്ടെ കർത്താവേ. ഞങ്ങളെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ അതെല്ലാം അങ്ങേക്ക് വേണ്ടി ഉപയോഗിക്കുവാനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ അങ്ങയുടെ നാമത്തിന് വേണ്ടി ഒന്ന് ഉപയോഗിപ്പാൻ ഞങ്ങളെ തരുന്നു കർത്താവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായ യേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയായി. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയായി. ഇന്ന് നമുക്ക് ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിൽ ആരംഭിക്കാം. 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അതിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് ഇന്ന് ചിന്തിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ്. ഞാൻ മിക്കവാറും ഉൽപ്പത്തി 1, 2, 3 അധ്യായം വായിക്കും. ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം മനസ്സിലാക്കാൻ ഈ 3 അധ്യായങ്ങൾ വളരെ സൂക്ഷ്മതയോടെ വായിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. ഇന്ന് നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ വായിക്കുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ആദ്യത്തെ പദ്ധതിയാണ് സൃഷ്ടിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് സൃഷ്ടിക്കുക. റോമാലേഖനം 4:17 അതെങ്ങനെയാണ്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായ ദൈവം. അതാണ് സൃഷ്ടിക്കുക. ഒന്നുമില്ല, എന്നാൽ എല്ലാം വിളിച്ചു വരുത്തും. ദൈവം ദൈവമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ദൈവമുണ്ടാക്കിയ ഭൂമിയിൽ ഇന്ന് കുറേ പേര് ദൈവങ്ങളാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരേ ഒരു ദൈവമാണ് ഈ കാണുന്ന ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത്. ഇന്ന് ഈ ഭൂമിക്കകത്ത് മനുഷ്യരായി ജനിച്ച പലരും പിന്നത്തേതിൽ ഞങ്ങൾ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് മനുഷ്യരെ വഴിതെറ്റിച്ച് കളഞ്ഞു. എന്നാൽ സാക്ഷാൽ ദൈവം, ഇൻ ദ ബിഗിനിങ് എലോഹീം ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ്. എലോഹീം, ദൈവങ്ങൾ. അതായത് ആരാണ് ആ ദൈവങ്ങൾ? എലോഹീം. ഹീം വന്നാൽ ഹിബ്രുവിൽ ഹീം എന്ന വാക്ക് വന്നാൽ ബഹുവചനമാണ്. എലോഹീം. എലോഹീം ദൈവങ്ങൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അവർ 3 പേരും 3 അല്ല, അവരൊന്നാണ്. നമ്മുടെ യോഗങ്ങളുടെ ആശീർവാദത്തിൽ നമ്മൾ എടുത്തു പറയും, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. അതായത് സകലത്തെ ഉണ്ടാക്കിയ ദൈവം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കട്ടെ. അതാണ് ആശീർവാദം ആ ഒടുവിൽ പറയുന്ന ആ വാക്കിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ഒരാൾ പോലും നശിച്ചു പോകരുത്, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. പുത്രൻ്റെ കൃപ, ഒരു യോഗ്യതയില്ല, വിശ്വസിക്കാനുള്ള യാതൊരു പ്രാപ്തിയില്ല, എന്നാൽ വിശ്വസിക്കാനുള്ള പ്രാപ്തി തന്നു, കൃപ ലഭിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അവളുടെ കുടുംബത്തിൽ ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല, എന്നാൽ ഇവൾക്ക് കൃപ ലഭിച്ചത് കൊണ്ട് മറിയ അത് പറയുകയാണ്.
നിന്റെ വചനം പോലെ എന്നിൽ ആകട്ടെ. കൃപ ലഭിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള വാക്കുകൾ പോലും ഉപയോഗിക്കാൻ കഴിയൂ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, എപ്പോഴും കൂടിയിരിക്കും. എന്നേക്ക് നിങ്ങളോട് കൂടിയിരിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്കായി അയച്ചു തരും. എന്നേക്കും കൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. നമ്മുടെ കൂട്ടായ്മ പരിശുദ്ധാത്മാവിൻ്റെ കൂടെയാണ്. എപ്പോഴും പരിശുദ്ധാത്മാവുമായി സമയം ചെലവഴിക്കുക. ഈ ദൈവമാണ് എലോഹീം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ പുസ്തകത്തിൽ കാണുന്നത് 1-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 1-ൽ കാണുന്ന സൃഷ്ടിച്ച ആര്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ആ അധ്യായത്തിൽ തന്നെ കാണാം. അതായത് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അത് പിശാചിൻ്റെ ഒരു തന്ത്രമായിരുന്നു. ഭൂമി പാഴായി മാറി, രൂപരഹിതമായി മാറി. പിശാചിൻ്റെ വീഴ്ചയോടെ ഈ ഭൂമിയിലെ സകല അവസ്ഥകളും തകിടം മറിഞ്ഞു. എന്നാൽ ദൈവത്തിനൊരു സ്വഭാവമുണ്ട്. ദൈവമുണ്ടാക്കിയിട്ട് ചീത്തയായ എന്തിനേയും ദൈവം നന്നാക്കിയെടുക്കും. നിർമ്മിച്ചവൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ മതി, നന്നാക്കി തരും. ഭൂമി പാഴും ശൂന്യവുമായി പോയി. എന്നാൽ ദൈവം അതിനെ മനോഹരമാക്കുന്ന ഒരധ്യായമാണ് ഈ ഉൽപ്പത്തി 1-ാം അധ്യായം. ഭൂമി രൂപരഹിതവും ശൂന്യവുമായി പോയി. അപ്പോഴിതാ അടുത്ത വാക്യം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എവിടെ പാഴാണോ, എവിടെ ശൂന്യതയുണ്ടോ, അവിടെയെല്ലാം ചലിക്കാൻ തയ്യാറായി നിൽക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം ചലിക്കുന്നുവോ അതിൻ്റെ രൂപം തന്നെ മാറും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിലോട്ട് ചെന്നു. ശമരിയ പട്ടണത്തിൻ്റെ അവസ്ഥ പാഴും ശൂന്യവുമാണ്. ഒരു വലിയ മന്ത്രവാദി ആ ദേശത്തെ ഭയപ്പെടുത്തി താൻ മഹതി എന്ന ശക്തി എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചു പോന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ അതിൻ്റെ 5 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. എന്നാൽ ഫിലിപ്പോസ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഫിലിപ്പോസ്, ആത്മാവിൽ നടക്കുന്ന ഫിലിപ്പോസ്, ആത്മനിയോഗത്തിൽ യാത്ര ചെയ്യുന്ന ഫിലിപ്പോസ്, ആത്മാവിൽ പറക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് പോയിന്ന് ഷണ്ണൻ്റെ സ്നാനശേഷം നമ്മൾ കാണുന്നു. ആത്മാവിൽ പറക്കുന്ന ഫിലിപ്പോസ്, ആത്മാവിൽ ഓടുന്ന, ആത്മാവിൽ നയിക്കപ്പെടുന്ന, ആത്മാവിൽ പറക്കുന്ന ഫിലിപ്പോസ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മുഴുവൻ നിയന്ത്രണത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് ആര്? ഫിലിപ്പോസ്. അവൻ്റെ വീട് ഒരു അനുഗ്രഹമാണ്. അവൻ്റെ മക്കൾ 4 പ്രവചിക്കുന്ന പെൺകുഞ്ഞുങ്ങളാണ്. 4 പെൺമക്കൾ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ, പരിശുദ്ധാത്മാവിൽ ഒഴുകുന്ന, പരിശുദ്ധാത്മാവിൽ പറക്കുന്ന, പരിശുദ്ധാത്മാവിൽ ഓടുന്ന, പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്ന. അതായത് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദി അതിലേക്ക് എന്നെ എറിയണമേ, എൻ്റെ കയ്യിൽ നിന്ന് എന്നെ മാറ്റി മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാക്കണമേ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദി. അതായത് എൻ്റെ കൺട്രോളിൽ നിന്ന് എനിക്കൊന്ന് മാറണം. മുഴുവൻ നിയന്ത്രണം പരിശുദ്ധാത്മാവ് എടുക്കണം. ഇത് പാട്ടിൽ ഒതുങ്ങുന്നതല്ലാതെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മെ വിട്ടുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
പരിശുദ്ധാത്മാവ് ഒഴുകുന്നത് പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനല്ല. ഇതാ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിലേക്ക് ഒഴുകിച്ചെന്നു. അവനെ എത്തിച്ചത്, പരിശുദ്ധാത്മാവ് എത്തിച്ചത് ശമരിയ പട്ടണത്തിലാണ്. മന്ത്രവാദം കൊണ്ട് ഇരുണ്ടുപോയ പട്ടണം, ശാപം കൊണ്ട് മൂടിയ ഒരു പട്ടണം, സമാധാനം നഷ്ടപ്പെട്ട് ഭയം കൊണ്ട് നിറഞ്ഞ പട്ടണം. എന്നാൽ ഫിലിപ്പോസ് അവിടെ ചെന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുമാറി, പക്ഷപാത രോഗികൾ, തളർവാദ രോഗികൾ ചാടി എഴുന്നേറ്റു. ജനങ്ങൾ യേശുവിനെ സ്വീകരിച്ചു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട്, ഇത് കണ്ട് മന്ത്രവാദി, ആ പട്ടണത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദിയും സ്നാനപ്പെട്ട് ഇതാ ഫിലിപ്പോസിന്റെ കൂടെ ഇരിക്കുകയാണ്. ഫിലിപ്പോസിന്റെ വാക്കുപോലെയാണ് ഇപ്പോൾ ആ പട്ടണം ചലിക്കുന്നത്. അതിനു മുമ്പ് വരെ മന്ത്രവാദിയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ രാജ്യത്തിൻ്റെ അവസ്ഥ മന്ത്രവാദത്തിൽ നിന്ന്, മന്ത്രവാദത്തിൻ്റെ പൈശാചിക പിടിയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ ഫിലിപ്പോസുമാർ എഴുന്നേറ്റ് വരേണ്ട ഒരു സമയമാണ്. ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങളാണ് ആ ഫിലിപ്പോസ്. ആത്മാവിൽ നടക്കുന്ന, ആത്മാവിൽ ഓടുന്ന, ആത്മാവിൽ ചലിക്കുന്ന, ആത്മാവിൽ പറക്കുന്ന, ആത്മാവിൽ സംസാരിക്കുന്ന, ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഫിലിപ്പോസുമാർ പട്ടണങ്ങളെ മാറ്റിമറിക്കും. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 8:8 വായിക്കുന്നു, അങ്ങനെ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ട്, മഹാസന്തോഷമുണ്ട്. ഒരിക്കലും ആ പട്ടണം കണ്ടിട്ടില്ലാത്ത വലിയ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതും ആ പാഴ് ശൂന്യമായ വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എവിടെ ശൂന്യതയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടേച്ചു പോകില്ല. അവിടെ ദൈവം പ്രവർത്തിക്കും. അവിടെ ദൈവത്തിൻ്റെ ആത്മാവിന് ചലിക്കാനുണ്ട്. ഇന്ന് നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ പാഴും ശൂന്യതയും കൊണ്ട് നിറഞ്ഞതാണോ? നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ വീട്ടിലെ ആ പാഴായ അന്തരീക്ഷത്തിൽ ചലിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. ശരീരത്തിൻ്റെ ചില അവയവങ്ങൾ ചലനരഹിതമായി, കാലുകൾ അനങ്ങുന്നില്ല, ചില അവയവങ്ങളിൽ മാരക വ്യാധി വന്ന് ഡോക്ടർമാർ മുറിച്ചു കളയണമെന്ന് പറഞ്ഞ ചില പാഴുശൂന്യമായ ഭാഗമുണ്ടോ? അവിടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവ് അവിടെ ചലിക്കുന്നുണ്ട്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ അത്ഭുതമായി മാറും. നിങ്ങളുടെ ജീവിതത്തിലെ പാഴായ, ഈ കുടുംബജീവിതം തന്നെ ഒരു പാഴായിപ്പോയി, പിള്ളേര് എൻ്റെ ജീവിതത്തിൽ ഒരു ഫലവും തന്നില്ല, കുഞ്ഞുങ്ങൾ വളർന്നിട്ടും ജീവിതത്തിൽ ഫലമില്ല, പാഴും ശൂന്യവുമാണ്, പിള്ളേര് പാഴാണ്, കുടുംബജീവിതം പാഴായിപ്പോയി, വിവാഹം കഴിക്കണ്ടായിരുന്നു, എല്ലാം പാഴ് ശൂന്യമായി തോന്നുന്ന ജീവിതം തന്നെ മടുത്തുപോയിടത്തും പരിശുദ്ധാത്മാവ് മാറിപ്പോകില്ല. എല്ലാവരും മാറിപ്പോകും. പരിശുദ്ധാത്മാവ് അവിടെ ചലിക്കും. പരിശുദ്ധാത്മാവ് ചലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത ഒരു ശബ്ദം അവിടെ പുറപ്പെടും. അവിടെ എന്തുണ്ടായി? അടുത്ത വാക്കതാണ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും ചലിക്കുന്നുണ്ടെങ്കിൽ പുറകെ വചനം വരും. വചനം എവിടെയെങ്കിലും ചലിക്കുന്നുണ്ടോ അതിൻ്റെ ഒപ്പം പരിശുദ്ധാത്മാവും ചലിക്കും. ഇവരെയൊന്നും വേർപിരിക്കാൻ കഴിയില്ല. അതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും ചലിക്കുന്നുണ്ടെങ്കിൽ അവിടെ വചനം വെളിപ്പെടും. വചനം എവിടെയെങ്കിലും പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ അവിടെ പരിശുദ്ധാത്മാവ് ചലിക്കും, അത്ഭുതങ്ങൾ ആരംഭിക്കും. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന വാക്കാണ് ആര്? പുത്രൻ യേശു. പിതാവ് വചനമയച്ചു. പരിശുദ്ധാത്മാവും വചനവും കൂടി ചേർന്നപ്പോൾ അവിടെ ചിലത് ഉളവായി വന്നു. പിതാവ് അയച്ചതാണ് വചനത്തെയും പരിശുദ്ധാത്മാവിനെയും.
വചനത്തെക്കുറിച്ച് യെശയ്യാവിൽ പറയുന്ന 55 ദൈവമയച്ച വചനം കാര്യം സാധിക്കാതെ മടങ്ങി വരില്ല. വചനം ദൈവം അയച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ, ആ വാക്ക് ദൈവം അയച്ചു. പരിശുദ്ധാത്മാവ് അവിടെ പരിവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വചനവും കൂടി ചേർന്നപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു. ഇതല്ലേ യേശുവിൻ്റെ വരവിൽ മറിയയിൽ സംഭവിച്ചത്. വചനവും പരിശുദ്ധാത്മാവും പ്രവർത്തിച്ചു. യേശു വചനം ജഡമായി തീർന്നു. യേശു പോയിടത്തെല്ലാം നോക്ക്, പരിശുദ്ധാത്മാവും യേശുവിൻ്റെ വാക്കും ഒരുപോലെ ചലിച്ചു. രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി, മരിച്ചവർ ഉയർത്തു. ലാസറെ പുറത്തു വാ. പാഴായ ലാസറിന്റെ മേൽ പരിശുദ്ധാത്മാവ് ചലിച്ചു. യേശു ഒരു വചനമയച്ചു, ലാസറെ പുറത്തു വാ. ലാസർ പുറത്തു വന്നു. ഇന്നും വചനവും പരിശുദ്ധാത്മാവും കൂടി ചേർന്നാൽ പുതിയത് ഉളവായി വരും. കേടായത് വീണ്ടും നന്നാകും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ പിതാവാം ദൈവം അയച്ച പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. യേശു വന്നിട്ട് പറഞ്ഞു, ഇനി പരിശുദ്ധാത്മാവ് വരും. യേശു ആദ്യം വന്നു, പിന്നെ എന്നേക്ക് നമ്മോടുകൂടി ഇരിക്കാൻ പരിശുദ്ധാത്മാവ്. ഇടക്ക് വന്നും പോയിക്കൊണ്ടിരുന്ന രാജാക്കന്മാരുടെ കാലത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിനേക്കാൾ എത്രയോ 1000 മടങ്ങാണ് എന്നേക്ക് നമ്മോടുകൂടെ ചലിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യുന്നത്. യേശുവാകുന്ന വചനവും പരിശുദ്ധാത്മാവും ഒരുപോലെ ചലിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ എന്തത്ഭുതവും സംഭവിക്കാം, എത്ര അനുഗ്രഹങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് വിശ്വസിക്കുക, വലിയ ദൈവപ്രവൃത്തിയെ കാത്തിരിക്കാം. അവിടെ വെളിച്ചമുണ്ടായി, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. പരിശുദ്ധാത്മാവും വചനം ഒരുപോലെ ചലിച്ചപ്പോൾ നല്ലത് ഉളവായി വന്നു. ദൈവത്തിനത് കാണാൻ കഴിഞ്ഞു. നല്ലത് ഉളവായി വരുന്നത് കാണാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉളവായി വരുന്നത് സ്വർഗസ്ഥനായ പിതാവ് കണ്ട് സന്തോഷിക്കും. കാരണം വചനവും പരിശുദ്ധാത്മാവ് ഒരുപോലെ കാര്യങ്ങൾ ചെയ്യും. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. വെളിച്ചമുണ്ടായപ്പോൾ ഇരുള് മാറി നിന്നു. ഇരുള് മാറി നിന്നപ്പോൾ വെളിച്ചത്തിൻ്റെ ഇരുളിൻ്റെ ഇടയിൽ ദൈവം ഒരു അതിര് വെച്ചു. ഇനി ഇങ്ങോട്ട് കടക്കരുത്. വെളിച്ചത്തെ വേർതിരിച്ചു. ഇതാണ് കർത്താവ് ഇന്നും ചെയ്യുന്നത്. പുത്രനും പരിശുദ്ധാത്മാവും മുഖാന്തരം ഉളവായി വരുന്ന വെളിച്ചത്തെ ദൈവം എപ്പോഴും വേർതിരിച്ച് സംരക്ഷിക്കുന്നു. അതാണ് സഭ, വെളിച്ചം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. ഇരുട്ടിൽ നിന്ന് വേർതിരിച്ച് അതിര് വെച്ച് നല്ലത്. അപ്പോൾ ദൈവത്തിന് ഏറ്റവും നല്ലതായി തീർന്നത് എന്താണ്? വചനവും പരിശുദ്ധാത്മാവും പരിവർത്തിച്ച് ഉണ്ടായ സഭയാകുന്ന ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നാം പ്രകാശിക്കാനുള്ളതാണ്. ഇനി ഇരുട്ടിനോട് ഇടകലരരുത്. ദൈവം അതിനൊരു അതിര് വെച്ചു. ഈ സത്യങ്ങൾ അറിയുക, വെളിച്ചത്തിൻ്റെ മക്കളായി വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തോട് ചേർന്ന് നടക്കുക. വലിയ നന്മകൾ കാണാൻ കർത്താവ് കൃപ തരും. ഇന്ന് കർത്താവ് അവരെ, നമ്മെ ഓരോരുത്തരെയും, ഇന്ന് ഭൂമിയിലുള്ള ഓരോ വെളിച്ചത്തിൻ്റെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. അവരായിരിക്കുന്നിടത്തെല്ലാം ജ്യോതിസുകളെ പോലെ അധികം പ്രകാശിക്കട്ടെ. ഫിലിപ്പോസ് പ്രകാശിച്ചതുപോലെ, പൗലോസ് ജാതികൾക്ക് പ്രകാശമായതുപോലെ വ്യക്തിപരമായി നമുക്ക് പ്രകാശിക്കുവാൻ, എഴുന്നേറ്റ് പ്രകാശിക്കാം. വചനവും പരിശുദ്ധാത്മാവും ചേർന്ന് നമ്മിലുണ്ടാക്കി ഈ പ്രകാശത്തെ നമുക്ക് കൂടുതൽ ജ്വലിപ്പിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവെ, അവിടുന്ന് ഞങ്ങളിൽ പരിവർത്തിച്ച് പാഴ് ശൂന്യതകളും മാറ്റി ഞങ്ങളിൽ പകർന്നു തന്ന
ആ വലിയ വെളിച്ചത്തിനായി സ്തോത്രം. ഇരുട്ടിന് അടുക്കാൻ കഴിയാതെ വണ്ണം, പിശാചിന് ഒരിക്കലും അടുക്കാൻ കഴിയാതെ വണ്ണം ഞങ്ങളെ പ്രകാശമാക്കി മാറ്റിയതിനായി സ്തോത്രം. ഒരിക്കലും ഇരുട്ടിന് പ്രകാശത്തെ തൊടാൻ കഴിയാത്തതുപോലെ ഞങ്ങളെ അങ്ങ് മാറ്റിയതും പ്രകാശമാക്കിയാണ്. ഒരു ബാധയും ഒരു രോഗവും ഒരു ശാപവും അടുക്കാത്ത വലിയ പ്രകാശങ്ങളായി എഴുന്നേറ്റ് പ്രകാശിപ്പാൻ ഓരോ കുടുംബങ്ങളെ അങ്ങ് സഹായിക്കും. ഈ വെളിച്ചം, ഈ വെളിപ്പാട്, ഈ മർമ്മങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ ഉളവാകട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. പാഴുശൂന്യമായ മാരക രോഗം പോലെ തളർന്നു പോയ കേടായ ഭാഗങ്ങൾക്ക് പകരം പുതിയ ഭാഗങ്ങൾ, അവയവങ്ങൾ പുതിയത് ഉളവായി വരട്ടെ. വൈകല്യങ്ങൾ മാറട്ടെ. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾക്ക് കഴിയുന്നതിനായി സ്തോത്രം. അടിപ്പിണരാലുള്ള സൗഖ്യങ്ങൾ ഉണ്ടാകും. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വിലപ്പെട്ട വചനങ്ങൾ നമുക്ക് വിശ്വസിക്കാം. ഈ വചനത്തിൽ നിലനിൽക്കാം. വെളിച്ചങ്ങളായി ഈ ലോകത്തിൽ നമുക്ക് ശോഭിക്കാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.